വിവാദ പരാമർശത്തിൽ കൈപൊള്ളിയതോടെ ഉരുണ്ടു കളിക്കുന്നുണ്ട് മന്ത്രി. താൻ തെറ്റായ പരാമർശമൊന്നും നടത്തിയിട്ടില്ല, പ്രസംഗിക്കുമ്പോൾ ഇനി കൂടുതൽ ശ്രദ്ധിക്കും, തള്ളിക്കയറ്റം എന്ന വാക്ക് ഉപയോഗിക്കേണ്ടിയിരുന്നില്ല എന്നും മന്ത്രി. സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതാണ് എന്ന് പറഞ്ഞത് പറയാനുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് എന്ന് നിങ്ങൾക്കറിയാമോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ പ്രശ്നമല്ല. അങ്ങനെയാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെയാണുള്ളത് പ്രിയദർശിനിയുടെ വമ്പിച്ച വിജയം. ആ വമ്പിച്ച വിജയവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞതിൻ്റെ മൊത്തം സ്പിരിറ്റ് കേരളത്തിൽ ഒരു 35-40% ആളുകൾ അതീവ ദുഃഖം, ഈ സാമ്പത്തികമായിട്ടുള്ള ഡിപ്രൈവേഷൻ, ഇല്ലായ്മകളുള്ളവരാണ്. അവരതിനെ മറികടക്കാൻ പലതരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പരിശ്രമങ്ങളിൽ ഒരു ഗൗരവമായ ഇടപെടലായിരുന്നു പ്രിയദർശിനി. ഇപ്പൊ ഞാനിതിൽ പഠിച്ചൊരു കാര്യം, എല്ലാ ദിവസവും ഒരു ലേണിംഗ് ഡേ ആണല്ലോ. പ്രസംഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ തെറ്റായ പരാമർശം നടത്തിയിട്ടില്ല. എൻ്റെ ലക്ഷ്യമാണല്ലോ പ്രധാനം. അതിൽ ഞാനിനി ഒരു കാര്യം ലേണിംഗ് ഉണ്ട്. നമ്മൾ പ്രസംഗിക്കുമ്പോൾ വളരെ കൂളായിട്ട് പണ്ടത്തെ പോലെ പ്രസംഗിക്കരുത്. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും CP ജോണിനെ ഇത്രയും വെയിറ്റ് അല്ലേ തീർച്ചയായിട്ടും അതൊരു പഠനമാണ്. എനിക്കൊരു പഠനമാണ്. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാം.